ചിലപ്പോൾ ചിലരുടെ സമയം നല്ലതാകുന്നു, ചിലരുടേത് ചീത്തയും. ചിലർ സമയം വരുവാനായി കാത്തിരിക്കുന്നുവെങ്കിൽ മറ്റു ചിലർ സമയം പോകുവാനാണ് കാത്തിരിക്കുന്നത്. പക്ഷെ സമയം ആരുടെയും നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. ഈ സമയം ആർക്കും കാണുവാൻ സാധിക്കില്ല. പക്ഷെ എല്ലാവരെയും എല്ലാം അറിയിക്കുന്നത് സമയം തന്നെയാണ്. സമയം കാണിച്ചു തരുന്നു നമ്മുടെ സ്വന്തം ആരാണ്, അന്യരാരാണെന്ന്. ആരാണ് നന്മ വരുത്തുന്നത്, ആരാണ് ദ്രോഹിക്കുന്നത്, നമ്മുടെ മിത്രമാരാണ്, പിന്നെ നമ്മുടെ ശത്രു ആരാണെന്ന്. ഈ സമയം നിങ്ങൾക്ക് കാണിച്ചു തരുന്നു നിങ്ങൾ എത്രമാത്രം ബലശാലിയാണെന്ന്. ഇതേ സമയം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു നിങ്ങൾ എത്രമാത്രം ദുർബലനാണെന്ന്. സമയം നമുക്കെല്ലാം തന്നെ കാണിച്ചു തരുന്നതാണ്. ഈ സമയം ഇത്രമാത്രം ശക്തിയുള്ളതാണെങ്കിൽ നമ്മൾ എന്തിനാണ് അത് നഷ്ടപ്പെടുത്തുന്നത്? ആലോചിക്കൂ. ഉണർന്നെഴുന്നേറ്റാലും സമയത്തെ പൂർണ്ണമായി ഉപയോഗിക്കുവാനായി സമയത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം. കാരണം അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്നത് നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമായ കാര്യമാണ്, മറ്റാരുടേതുമല്ല. ഈ സമയം ഒരിക്കൽ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തു തന്നെ ചെയ്താലും ശരി, പിന്നീട് ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല. അതുകൊണ്ടത് നല്ല കാര്യത്തിനായി വിനിയോഗിക്കൂ. എല്ലാവരിലേക്കും സന്തോഷം പകർന്നാലും എന്നിട്ട് എന്നോടൊപ്പം വന്ന് സന്തോഷത്തോടെ പറയൂ, രാധേ രാധേ.